ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? വെയിലൊക്കെ കൊണ്ട് എനിക്ക് സ്കിന്നിന് കുറച്ച് ഡാമേജ് ഒക്കെ പറ്റി. വൈറ്റ് പാടുകളൊക്കെ ഫേസിൽ മുഴുവൻ വരാനായിട്ട് തുടങ്ങി. അന്ന് ഇനി വെച്ചോണ്ടിരിക്കണ്ടെന്ന് വെച്ച് അറ്റ്ലാന്റിസിന്റെ അവിടെയുള്ള സ്കിൻ ക്ലിനിക്കിൽ പോയി. അങ്ങനെ പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഓരോരോ അസുഖങ്ങൾ ഇങ്ങനെ എക്സ്ട്രാ വരുമല്ലോ. അപ്പം ഹെയർ ഫോളും മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിനും മെഡിസിൻ വാങ്ങി. ബില്ല് നോക്കിയപ്പോൾ 6000 രൂപ. അത് കണ്ട് ഡിപ്രഷൻ അടിച്ച് ഞാൻ ഫുഡ് അടിക്കാനായിട്ട് ദി സോൾട്ട് റെസ്റ്റോറൻറ്റ് തോപ്പുംപടിയിലേക്ക് എത്തി. മെനു ഒന്നും നോക്കി ടൈം കളയാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. മെനു കാർഡും കൊണ്ട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞ് എനിക്ക് ബീഫ് ബിരിയാണി മതിയെന്ന്. അപ്പം തന്നെ പുള്ളിക്കാരി ബീഫ് ബിരിയാണിയും കൊണ്ടുവന്ന് വെച്ചു. നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് മുട്ട പൊരിച്ചതൊക്കെ വെച്ച് പിന്നെ പപ്പടം എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി കുഴച്ചിരുന്ന് കഴിച്ചു. അതും ഒറ്റക്ക്, ആരോടും സംസാരിക്കാനും ഇല്ല പറയാനും ഇല്ല. പുറത്തേക്ക് നോക്കി ചെളിവെള്ളവും കണ്ട് പാലത്തിൽ കൂടി പോകുന്ന വണ്ടിയൊക്കെ കണ്ട് നല്ല ആസ്വദിച്ചിരുന്ന് ഞാൻ മൊത്തം കഴിച്ചു തീർത്തു. മൊത്തം എന്ന് പറയാൻ പറ്റിയില്ല, എന്നാലും കുറച്ച് ബാക്കി വെച്ചുള്ളൂ. അതെല്ലാം കഴിച്ചു. അതും പോലെ തന്നെ ഒരു ബ്ലൂ ലൈം മൊജിറ്റോയും വാങ്ങിച്ചു. അതും എനിക്ക് ഫുള്ളായിട്ട് കഴിച്ചു തീർക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് ഞാൻ നോക്കിയത്, എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ചേട്ടനും ഒറ്റയ്ക്കാണ് വന്നേക്കുന്നത്. അയാളപ്പോൾ എഴുന്നേറ്റ് മാറിയപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ചേട്ടനും ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ എനിക്കൊരു ആശ്വാസം, ഓ ഞാൻ ഒറ്റക്കല്ലല്ലോ എന്ന്. പിന്നെ ബില്ല് കണ്ട് വീണ്ടും കണ്ണ് തള്ളി ബില്ലൊക്കെ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദാണ്ടട ഇരിക്കുന്ന ഒരുത്തൻ. അതിനെ കണ്ടപ്പോൾ തന്നെ പിടിച്ചുകൊണ്ട് പോയിട്ട് വീട്ടിൽ ചെന്ന് വെട്ടിക്കണ്ടിച്ച് വറുത്ത് തിന്നാനൊക്കെ തോന്നി. പിന്നെ ഇവർ തരൂലല്ലോ എന്ന് വിചാരിച്ച് പയ്യെ ഞാൻ താഴേക്ക് ഇറങ്ങി എൻ്റെ ശകടത്തിൻ്റെ അടുത്തേക്കും. ഇനി എന്തായാലും വേറെ പണിയൊന്നുമില്ല, വീട്ടിലേക്ക് പോകണം. ഉള്ള ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി പോയി ഡിപ്രഷനും എല്ലാമായിട്ട് ഞാൻ നേരെ ദേ വീട്ടിലേക്ക് എത്തി. ഇപ്പോൾ ദേ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും എന്താ എൻ്റെ സ്കിന്നിന് പറ്റിയതെന്ന്. ഇപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോഴാണ് ആ തെളിച്ചം കാണുന്നത്. അത് കണ്ടപ്പോൾ തന്നെ അന്ന് ഇതും കൂടി നിങ്ങളെ കാണിച്ചേക്കാന്ന് വെച്ചാണ്ടോ. കവിളത്തും അതേപോലെ നെറ്റിയിലും ഒക്കെ ഉണ്ട് ഈ വൈറ്റ് പാട്. ഞാൻ ആദ്യം വിചാരിച്ചത് താരൻ്റെ ആയിരിക്കും എന്നാണ്. ബട്ട് താരൻ്റെ അല്ല, വെയിൽ കൊണ്ട് പണി കിട്ടിയതാണ്. ഇതേപോലെ എൻ്റെ കയ്യിലും വന്നിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, നല്ല ശരിക്കും വന്നിട്ടുണ്ട്. അതേപോലെ നല്ല പിഗ്മെൻറ്റേഷനും എൻ്റെ ഫേസിൽ വന്നിട്ടുണ്ട്. സൺസ്ക്രീനൊക്കെ നല്ലത് വാങ്ങിച്ച് യൂസ് ചെയ്യണം. ഡോട്ട് ആൻഡ് കീയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്തായാലും അതൊന്ന് മാറ്റി പിടിക്കണം. അപ്പോൾ ശരി ഗൈസ്, ബൈ. പിന്നെ കാണാം. ടാറ്റാ.